നമ്മുടെ അയൽ രാജ്യമില്ലേ. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരെല്ലാവരും കെട്ടവരാണ്, അല്ലെങ്കിൽ എല്ലാവരും എന്താ പറയുക അഴുക്കാൾക്കാരാണോ അല്ലെ തീവ്രവാദികളാണെന്നൊന്നും ഒരേ അഭിപ്രായം എനിക്ക് പേഴ്സണലി ഇല്ല. പക്ഷേ അവരെ പഠിപ്പിച്ചിരിക്കുന്ന രീതി, മതം പഠിപ്പിച്ചിരിക്കുന്ന രീതിയാണോ അല്ലാതെ അവരെ കീഴ്വഴക്കങ്ങളാണോ അതോ എന്താണെന്ന് അറിയത്തില്ല. ഇന്ത്യക്കകത്ത് സോറി, ഇന്ത്യ എന്ന് പോലും എനിക്ക് പറയാൻ താല്പര്യമില്ല. INDIA എന്ന് പറയുന്ന സാധനത്തിന് കാരണം അങ്ങനെ പറയാൻ താല്പര്യമില്ല. ഭാരതത്തിനകത്ത് നമുക്ക് ഉള്ള ഒരു ഹിന്ദുവിനെ അവിടെ പോകുമ്പം പോലും അവർക്ക് പല ആൾക്കാരും പല രീതിയിലാണ് കാണുന്നത്. അതിനെക്കുറിച്ച് കുറേ വ്ളോഗേഴ്സ് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് പറ്റിയ അബദ്ധം, അതായത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് വല്ലതും വന്ന് ഇങ്ങനെ ഇപ്പോൾ വെടിച്ച് പോന്നിട്ടൊക്കെ പോയിരുന്നെങ്കിൽ മേ ബി ഇവിടെ പോയിട്ട് എന്തിനാ കൊന്നതെന്നൊക്കെ കെഞ്ചിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പക്ഷെ മറന്നുപോയി ഇവിടെ ഇരിക്കുന്നതിൽ മൻമോഹൻ സിംഗ് അല്ല, കേന്ദ്രത്തിൽ ഡിഫൻസ് മിനിസ്ട്രി ഭരിക്കുന്നത് നട്ടെല്ലും ആരോഗ്യവും RSS എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയിലൂടെ വന്ന ആൾക്കാരാണെന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പോഴും ഡിഫൻസ് മിനിസ്ട്രി മാത്രമല്ല, മൊത്തം നമ്മുടെ ടീമിൻ്റെ വകേനെ എടുത്തേക്കുന്ന തീരുമാനങ്ങൾ ചെറുതല്ല. 60 വർഷമായിട്ടുണ്ടായിരുന്ന ഇൻഡസ് വാലി കരാർ, അതായത് ഇവിടെ നിന്നുള്ള വെള്ളമാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ വെള്ളം കുടിച്ചാണ് അവിടുത്തെ നാട്ടുകാർ ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ എല്ലാ ആൾക്കാർക്കും കിട്ടുന്ന 80% ഓഫ് അവിടുത്തെ വാട്ടർ സോഴ്സിങ്, അവരെ വെള്ളം കൊണ്ടുള്ള കാര്യങ്ങൾ നടന്നത് നമ്മളെ ഇവിടെ നിന്ന് പോകുന്ന ഇന്ത്യക്ക് ഭാരതത്തിനകത്തുനിന്ന് പോകുന്ന വെള്ളം വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കരാർ നിർത്തലാക്കി. 48 മണിക്കൂറേ ഉള്ളൂ ഇപ്പോൾ വന്ന് നിൽക്കുന്ന പാകിസ്ഥാൻകാർക്ക് തിരിച്ചു പോകാൻ വേണ്ടി വരും. 48 മണിക്കൂറേ ഉള്ളൂ. പോയില്ലേ ഇവിടെ തൂക്കിയെടുത്തുള്ള ഇടും, അകത്ത് തന്നെ ഇടും. അതും അകത്തിടുന്നത് സാധാ ഒരു ആക്ടിലല്ല, ടെററിസ്റ്റ് ആക്റ്റാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 48 മണിക്കൂർ ശേഷം ഇന്ത്യയിൽ പാകിസ്ഥാൻകാർ നിന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഡിസൈഡ് നല്ലൊരു അടാറ് പണിയാത്. പോരാത്തതിന് നമ്മുടെ ബോർഡർ, എല്ലാ ബോർഡേഴ്സും അടച്ച് ക്ലോസ് ചെയ്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ടാ, സ്പോട്ടിലാണ്. ഇന്ന് ഈ ഉത്തരവ് കിട്ടിയ ആ സമയം തന്നെ അടച്ചു പൂട്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തുള്ള ഒരു എംബസീസ് ഉള്ളവന്മാർക്ക് ഒരാഴ്ച സമയം കൊടുത്തിട്ടുള്ളൂ. നാട്ടിൽ നിൽക്കും മുമ്പ് എസ്കേപ്പ് ആയിക്കോ. ഈ നാട്ടിൽ കാര്യം കൊണ്ട് നിൽക്കണ്ട. അതായത് ഇത് ഡിപ്ലോമാറ്റിക്കുള്ള ഐറ്റംസ് എടുത്തേക്കുന്നത്. വിട്ട് പൊയ്ക്കോ. അവരെ കരാർ 60 വർഷം, ഇത്രയും വർഷത്തെ കരാറാണ് ഇതുവരെ നിർത്തലാക്കിയിട്ടില്ല. 60 വർഷത്തിനകത്ത് ഇതുവരെ ഒരു തരത്തിലുള്ള എത്ര അറ്റാക്കുകൾ ഉണ്ടായപ്പോഴും, മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പോലും ഇങ്ങനൊരു ഇതെടുത്തിട്ടില്ല. അതും ഏറ്റവും വലുത് JK ജമ്മു ആൻഡ് കാശ്മീരിൽ അവിടെ ഉള്ള ആൾക്കാർ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവർ പോലും ഈ എന്താ പറയുക റാലികളും വെച്ച് അല്ലാണ്ട് സമരങ്ങളും പ്ലക്കാർഡ്സും എല്ലാം കാണിച്ചിട്ട് പാകിസ്ഥാൻ മുർദാബാദ് എന്താ പറയുന്നത്. ആക്ച്വലി ഐ എം ഗെറ്റിംഗ് വെരി മച്ച് ഇമോഷണൽ റൈറ്റ് നൗ. ഒരാൾ അടുത്ത് ചെന്നിട്ട് ഒരു 7 ദിവസം കല്യാണം കഴിഞ്ഞിട്ട് 7 ദിവസം എന്തോരം സ്വപ്നങ്ങളായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക. ആ രണ്ടുപേരും കപ്പിൾസും കൂടെ ചെന്നിട്ട് അവരുടെ ജീവിതകാലം മുഴുവനുള്ള ഒരു പ്ലാനിങ് അവർ നടത്തിയിട്ടുണ്ടാവും. ആ പെൺകുട്ടിയുടെ മുൻപിൽ വെച്ചിട്ട് നിന്റെ പേരെന്താടാ, വാട്സ് യുവർ മസബ് എന്താ പറയുക, നിന്റെ ജാതി ഏതാ, മതം ഏതാ, മതം, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, മതം എന്താണെന്ന് അറിയണമായിരുന്നു. മതം എന്താണെന്ന് കേട്ടു, സ്പോട്ടിലാണ്. അപ്പോൾ മതം ചോദിച്ച് കൊല്ലുന്ന ഒരു മത തീവ്രവാദം ഇന്ന് വരെയും തീർന്നിട്ടില്ലെന്നുള്ളത് ഉണ്ട്. ഇവിടെ കുറച്ച് നാൾ മുമ്പ് ഒരു ഉണ്ടാക്കിയ പടം ഇറക്കിയായിരുന്നു ഒരു എമ്പുരാൻ. അതിലും ഹിന്ദുക്കളെ ഒട്ടയ്ക്കാൻ കുറ്റം പറയുക. അന്നത്തെ ഗുജറാത്ത് കലാപം ഉണ്ടായത് എങ്ങനെ, അതിനു മുമ്പ് അന്നും ഇതേപോലെ തന്നെയാണോ സകല ഹിന്ദുക്കളെയും ട്രെയിനിനകത്തിട്ട് കത്തിച്ച് കൊന്നു. അതിൻ്റെ എതിരായിട്ട് തിരിച്ചാടിയായിട്ട് അടുത്ത ഹിന്ദുക്കളടിച്ച് ആരെയത്ത്. ഇവിടെ ഉള്ള നാട്ടുകാരെ എത്തു, ഇത് ഉണ്ടാക്കിയിട്ടുള്ളമാര് പോയി. ഇപ്പോഴും ഇങ്ങനെ തന്നെ. ഇപ്പോഴും എന്താ ഓൺലൈനിലൊക്കെ കയറി നോക്കണം, ഹിന്ദുക്കൾ കുറേ എണ്ണം മുസ്ലിങ്ങളെ തെറി വിളിക്കണ്. അതിൽ മറ്റേ അവനെ പറയണ ഇവനെ പറയണ എന്തിന്. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആക്ഷൻ അല്ല, ഫോർ ഫക്കിംഗ് പേഴ്സണൽ മിലിറ്ററി ആക്ഷൻ. അവന്മാരൊക്കെ അങ്ങ് അറ്റത്ത് കയറി അടിക്കണം. സത്യം, ഓരോ ടെററിസ്റ്റിനും ഒരു പാകിസ്ഥാനുള്ള ഒരു മുസ്ലിങ്ങളും ഇതുകൊണ്ട് ബാധിക്കപ്പെടാൻ പാടില്ല. തിരിച്ചടിക്കുമ്പോൾ
കാരണം അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ അടുത്തുള്ള വിദ്വേഷം കൂടത്തേ ഉള്ളൂ. ഇത് തിരിച്ചടിക്കുമ്പോൾ അവിടെയുള്ള ഓരോ ടെററിസ്റ്റ് ക്യാമ്പും അവന്മാരെ ഓരോ വിങ്ങും ഓരോ എന്താ പറയുക മറ്റൊക്കെ സൈലന്റ് ആയിട്ടൊക്കെ ഒളിച്ചടക്കുന്ന കുറെ അവന്മാരെല്ലാവരെയും റിപ്പോർട്ട്സ് നമ്മളെ ഇന്റലിജൻസിന്റെ കയ്യിലുണ്ടാവും, ഉറപ്പായിട്ടുണ്ടായിരിക്കും. ആ ഓരോ ഗാങ്ങിന്റെ ലീഡേഴ്സ് എല്ലാത്തിനും ഒരുത്തനെ പോലും വിടാതെ സർജിക്കൽ സ്ട്രൈക്ക് അടിക്കുമാതിരി തീർത്ത് വയ്ക്കണം. നാമാവശേഷമാണോ അവനൊക്കെ ഇന്ത്യ എന്ന് വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാരതം എന്ന് വിചാരിച്ച് ഇവിടുത്തെ ഹിന്ദുക്കളെന്ന് വിചാരിക്കുമ്പോഴേ മുട്ടുകൊണ്ട് വിറച്ച് മൂത്രമൊഴിച്ച് പോകണം.